എന്തിന് നമ്മള് ഈ മുറിന്റെ അകത്ത് കയറിയല്ലപ്പം നമ്മൾ വിഷം കഴിച്ച് ചാവും. കാട്ടുമണ്ണിനെ കൊല്ലാമോന്ന് വിഷ കഴിച്ച അപ്പ ചാവും. എന്താ കാര്യം? നിങ്ങളെ മോള് പറയണത് കേട്ടാ നമ്മള് മുറി കയറിയ അവള് വിഷം കഴിച്ച് ചാവുന്നു. ഈ ബബരക്കടൊന്നും കാട്ടില്ലേ? വേണ്ട, എന്തായാലും ബാപ്പക്ക് എന്താ ഇറച്ചിക്കോയിനെ കൊടുക്കും പോലെ കൊല്ലം കൊടുത്തതില്ലേ ബാപ്പങ്ങൾ എന്നെ. ഇനിയിപ്പൊ വിഷം കഴിച്ച തൂങ്ങിച്ചത്താൻ അറിയാനെ കൊണ്ട് നിൽക്കാണ്ട് പൊയ്ക്കോളെ. ആമിനെ ചത്തുപോയെന്ന് കരുതിട്ട് ഇവിടുന്ന് പൊയ്ക്കോളെ എല്ലാരും. ഓള് നമ്മളെ തോപ്പിക്കാൻ നോക്കാണ്. ചാവുന്നെങ്കിൽ ചാവട്ടെ. പക്കെങ്കില് ഓളെ കുയിച്ചു മൂടുന്നത് വരെ ഓളെ മയ്യത്ത് കട്ടിലിന്റെ ഒരു കാല് പോലും ഓനെ നമ്മൾ കാണിക്കില്ല. എന്തിനുള്ള പുറപ്പാട് അബ്ദു? ഇക്കെന്റെ പെണ്ണിനെ വേണം. ഒരിടത്തോള് വിഷം കഴിക്കാൻ ഒരുമ്പിട്ട് നിൽക്കണ്. ഇവിടെ ഇജ്ജ് ഓളെ തന്നെ വേണമെന്ന് പഠിച്ചു നിശ്ചയിച്ചേ. ഇത് നടക്കില്ലെന്ന് വെച്ചാ വേണ്ടെന്ന് വെച്ചോളി. രണ്ടാളും കൂടണ്ടെന്നായിരുന്നു പഠിച്ചോന്റെ നിശ്ചയെങ്കില് നമ്മുടെ കൽവിൽ ഓനെന്തിനാ ആമിലൊരു ചെടി വെച്ച് വളർത്തി മഴയാക്കിയത്? വളർത്തിയത് ഓര് തന്നെ, ഇപ്പൊ വെട്ടിക്കളയാൻ പറയണത് ഓര് തന്നെ. നിങ്ങളെങ്കിലും ഇത്തിരി പുത്തി പറഞ്ഞു കൊടുക്കുക ആചാരെ. മോനെ അദ്ദു, തത്ത പറന്നു പോയിട്ട് പിന്നെ കൂടടച്ചിട്ട് എന്താ കാര്യം? ഇല്ല, നമ്മൾ ഓക്ക് വേണ്ടിട്ടാ ജീവിച്ച്. വേറെ ഭയം ഇല്ലാച്ചാല് ഓക്ക് വേണ്ടിട്ട് എന്നെ ചാവും. ഇപ്പൊ നടക്കാൻ പോണേ നമ്മള് പറയാം. ആ കള്ളപ്പായ മൊയ്തൂട്ടി ഭോജരാജാവായ തമ്പുരാമെന്ന് പറഞ്ഞാലും മോളെ വിടൂല. അങ്ങനെയായാലും ഓള് വിഷം കുടിച്ച് ചാവും. എന്റെ ആമിലേക്ക് എന്തെങ്കിലും ആയാല് മൊയ്തൂട്ടിനെ കൊന്നാ പൊരയ്ക്ക് നമ്മള് തീ വയ്ക്കും. എന്നിട്ട് തീയിൽ ഞമ്മള് ചാടിച്ചാവും. ചത്തോളി, എല്ലാരും ചത്തോളി. ആമനിക്ക് വേണ്ടിട്ട് മാത്രം പുറന്നല്ലേ ഇജ്ജ്? ഈ ദുനിയാവില് ബായുന്ന കാലം മുഴുവനും അനക്കും ഈ എത്തി മകൾക്കും വേണ്ടിട്ട് മാത്രം ബായുന്നോളാ ഈ സുബൈദ. എന്നെ മറന്നാളാ. ബാക്കിയെങ്കില് ഇക്കുട്ടികൾ എന്ത് പയച്ച് ഇക്കന്റെ നിക്കാഹ് നടക്കണത് കാണാൻ വേണ്ടിട്ട് കാതിലും കയത്തിലും ഉള്ളതൊക്കെ ഊരി തന്നവരാ ഇവര്. ഈ തീ ചാടിയിട്ട് ഓരെന്താ ചെയ്യണ്ടെന്നൂടെ പറയ്. കണ്ട ആണുങ്ങളെ പൊരയിൽ കയറ്റി കിടത്തി കായുണ്ടാക്കി ജീവിക്കണ, അതോ ഓരോ അന്റെ കൂടെ തീ ചാടണ? പറയ്. അബ്ദു മരിച്ചാലും എന്റെ പെങ്ങന്മാർക്ക് പേച്ചും തണ്ടി ജീവിക്കേണ്ടി വരില്ല. ഇങ്ങൊക്കെ കഴിയാനുള്ള പണം ഇതിനകത്തുണ്ട്. ഈ കാക്ക പോയാലും എന്റെ പൊന്നുമക്കളെ സുഖമായിട്ട് ജീവിക്കണം. പൊക്കെങ്കിലും ഇഷ്ടമല്ലാത്ത ആണെടുത്തന്റെ കൂടെ ഒരു ദിവസം പോലും ജീവിക്കരുത്. അങ്ങനെ വേണ്ടി വന്നാലേ പുഴയിലെ കെട്ടിലെ ചാടി ചത്തോണം. മോനെ എന്തൊക്കെയാണ് അഞ്ചു പൊലമ്പണേ. ഭയ്യാത്ത ഈ അബ്ദുവിനൊന്നും താങ്ങാൻ കഴിയുന്നില്ല. വിവരക്കേടാണ് പറയണ ഈ മാപ്പാക്കി. എനിക്ക് വേണ്ടി ചാവാനായിട്ട് എന്റെ പെണ്ണ് നിൽക്കുമ്പോ നമ്മളിങ്ങനെ അവളെ മറക്കുക. എന്നെ വേണമെന്ന് അവളുടെ കൽബ് തുടിക്കണ വരയ്ക്കും ഓക്കായിട്ട് നമ്മളുണ്ടാവും. പിന്നെ ആമിനെ ഇല്ലാണ്ടായാലേ ഈ അബ്ദു ഉണ്ടാവില്ല. എന്താണ് എനക്കൂടെ കാര്യം? ആമിനാനെ ഒന്ന് കാണണം. എന്താക്കാനാ? കോളോടിച്ചിട്ട് കാര്യം പറയണ്ട. അന്റെ അനുസം വർത്താനം പറഞ്ഞ് മയക്കിട്ട് ഓളോടെ ചാവാൻ നിൽക്കുക. പുറത്ത് കാത്തുന്നാ മതി. മയ്യത്ത് കൊണ്ടുപോകുമ്പോ കാണാനക്ക്. പെണ്ണാണെന്ന് നമ്മള് നോക്കൂല. ചാപിട്ടി മോറി നമ്മള് കളിക്കും. ഇറങ്ങി പോടി വരുമ്പോട്ടോളെ. കെട്ടിച്ചയച്ച പെണ്ണിനെ കക്കാൻ വന്നിരിക്കുന്ന ഹിമാറുകള്, ഇസ്ലാമിന്റെ മാനം കെടുത്താൻ പറയുന്ന നായിന്റെ മക്കള്. ഇസ്ലാമിന്റെ ഇസത്ത് കാട്ടണ പെരുത്ത് കൂലുള്ള കാര്യങ്ങളല്ലേ മടപ്പുള്ളിക്കാര് ചെയ്തിക്കണത്? കൊല്ലും കൊലയും കള്ളക്കേസ് നടത്തി ബീമ്പ് കാട്ടിയതും പെണ്ണിന്റെ കബൂല് കേക്കാണ്ട് കെട്ടിച്ചയച്ചതും ഇസ്ലാമിന്റെ മാനം പെരുത്ത പോക്കണ കാര്യങ്ങളായിരുന്നല്ല. പിടിച്ച് പുറത്താക്കണോളെ. തുടരുന്നേ. മടപ്പുള്ളിയിലെ ഉപ്പും ചോറും തന്ന ബായുണ്ട് മൂത്ത് കാറ് തുപ്പണ്ടാന്ന് വെച്ചിട്ടാ ഈ പൊരയിൽ പൊറക്കാൻ വന്നതല്ല. എന്റെ അബ്ദുവിന് ഇനിയുടെ ആമിനാനും വേണ്ടെന്ന് പറയാൻ വന്നതോ? ഇനിയും പടച്ചോ നിശ്ചയിച്ചാലും മൊയ്തോട്ട് മൊയ് ചൊല്ലിയാലും ഓനോളെ വേണ്ട വേണ്ടെന്നും പറഞ്ഞയച്ച അത് ഓന് വേണ്ടിട്ട് ചാവാൻ നിൽക്കണോളോടുകൂടി ഒന്ന് പറയണം. തല്ലിയാലും കൊന്നാലും ആമിനെ കണ്ടിട്ട് സുബൈദ ഇവിടുന്ന് പോവുള്ളൂ. മാറടാ ബൈന്ന് ഓള് പോട്ടെ.
അന്നെ കാണാൻ ആരാ വന്നിരിക്കണ? വേണ്ട, എനിക്ക് ആരും കാണണ്ട. ആമിന, എന്റെ സുബൈദാത്തയാ വന്നിരിക്കണേ. കന്നോട് കുറച്ച് വർത്താനം പറയണം. വാതിലോർക്ക്, വാതിലോർക്കാൻ. അബ്ദുൽ ഹലാലി ഇല്ലല്ലാഹി അത്തലാഖ്. അതായത് അനുവദിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും നിന്ദ്യമായതാണ് തലാഖ്. അതുപോലെ തന്നെയാണ് ഫസഹും. അത് ന്യായായ വഴിക്ക് അല്ലെങ്കിൽ പൊരയിൽ വെച്ചായാൽ ആ പൊര പൊളിഞ്ഞു വീഴും, മരത്തിന്റെ ചൂട്ടിലായാല് ആ മരം കത്തിപ്പോവും, കിണറ്റിന്റെ കരയിൽ വെച്ചായാല് ആ കിണറ്റിലെ വെള്ളം മുഴുവന് പറ്റിപ്പോവും. എന്നാലും അത് നമ്മുടെ സമുദായം അംഗീകരിച്ചതല്ലേ മൊയിലാരെ? തന്നെ മനസ്സുകൾ ഒത്തുചേരാത്ത മനുഷ്യന്മാർ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല. അങ്ങനെ ജീവിക്കുന്നത് ഒരു ജീവിതമല്ല. അവിടെയാണ് കൊല്ലും കൊലയും ലഹളയൊക്കെ നടക്കുന്നത്. അങ്ങനെയുള്ള വലിയ വലിയ പാവങ്ങൾ ഒഴിവാക്കാനാണ് തലാഖ് പോലുള്ള വിധികൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. നബി തിരുമേനിയുടെ അജത്തുൽ വദാഹ്, അതായത് വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളോട് വളരെയധികം മാന്യമായി പെരുമാറണം എന്നാണ്. വിധവയായാലും കന്യകയായാലും ഓളെ കബൂല് കേൾക്കാണ്ട് നിക്കാഹ് നടത്തി കൊടുക്കാൻ പാടില്ല. അത് ചേക്കുട്ടി തെറ്റിച്ചിരിക്കണ്. ഓളെ സമ്മതം ചോദിക്കാണ്ടാണ് ആചാർക്ക് പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഈ നിക്കാഹ് ഹലാലല്ല. പക്കെങ്കിൽ കബൂല് മൂളിയിട്ടില്ല എന്നോള് നമ്മുടെ മുമ്പിൽ പറയണം. പെണ്ണിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സമുദായം പസക്ക് അനുവദിച്ചിരിക്കുന്നത്. അതായത് പെണ്ണിന് ബന്ധം വേണ്ട എന്ന് വെക്കാനുള്ള അനുവാദം. പക്കെങ്കിൽ അത് നമുക്ക് ഓളോടൊന്ന് ചോദിക്കണം. ആ ഓള് പറയണ കാര്യങ്ങൾ നമുക്ക് ബോധ്യാവണം, എന്നാലേ നമ്മൾ അനുവദിക്കൂ. മുസ്ലിയാർ നമ്മളോടൊപ്പം വരണം. ഓള് പറയും ഹാജരെ വേണ്ടെന്ന്. എല്ലാം കേട്ടിട്ട് പടച്ചോന് നടക്കണ കാര്യമാണെന്ന് മുഴുവനായി ബോധ്യം വന്നാൽ മാത്രം മൊയ് ചെല്ലാനുള്ള സമ്മതം കൊടുത്താൽ മതി. ആ എന്തു പറയണ പള്ളിക്കാരനോമാര്? ന്യായമുള്ള കാര്യങ്ങൾക്ക് ഞമ്മളൊക്കെ കൂടെ ഉണ്ടാവും. നല്ല ലേളക്കൊന്നും പോണ്ട. ഒരു പറയണ ഇഷ്ടമല്ല വെച്ചാൽ ചെയ്യാണ്ടിരുന്നാ മതി. പെണ്ണിന്റെ സമ്മതമില്ലാണ്ടാണ് നിങ്ങൾ അവളെ കെട്ടിച്ചു കൊടുത്തിരിക്കുന്നതെന്നൊരു പരാതിയുണ്ട്. അതുകൊണ്ട് ഞമ്മക്കത് ഓളോടും പാടിയും ചോദിക്കണം. എന്നിട്ട് മോക്കൂടെ കഴിയാൻ കഷ്ടപ്പാടുണ്ടെന്ന് ഓള് പറയുകയാണെങ്കിൽ ഓളെ രക്ഷിക്കേണ്ടത് ഞമ്മളെ കടമയാണ്. ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞു? ദായിബൻ ഒക്കെ പച്ച കള്ളാണ്. നമ്മൾ ആദ്യമായിട്ടല്ല പെണ്ണ് കെട്ടണത്. നേരത്തെ രണ്ടെണ്ണത്തിനെ കെട്ടി ഒരു ഇഷ്ടം പോലെ നമ്മൾ സുഖം കൊടുത്തിട്ടുള്ളതാ. അതേ സുഖം തന്നെയാണ് നമ്മൾ ആമിനാക്കും കൊടുക്കുന്നത്. വാസനയുള്ള സോപ്പ് എണ്ണയും തേച്ചോള് കുളിക്കുന്നുണ്ട്, വയറു നിറച്ച് ബിരിയാണി തിന്നുന്നുണ്ട്, ആട്ടുംപാല് കാച്ചി കുടിക്കുന്നുണ്ട്, പട്ടുമെത്തയിൽ ഉറങ്ങുന്നുണ്ട്. പിന്നെ എന്താണ് ഓക്കിവിടെ ഒരു സോക്കുറവ്? ഇജാബ് പറഞ്ഞ് മെഹർ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ആമിനാനെ കെട്ടിയത്. പക്കെങ്കിൽ ആചാരെ നിങ്ങളെ നിക്കാഹ് കഴിക്കണേന് ഓള് കബൂല് മൂളിയിട്ടുണ്ടാ? ഇല്ല, മൂളിയിട്ടില്ല. കബൂല് മൂളാണ്ടാണ് ഓളുടെ നിക്കാഹ് നടത്തി കൊടുത്തതെന്ന് ഖത്തീബിനും പള്ളിക്കാരനോമാർക്കും ബോധിച്ച പിന്നെ ഈ ചേക്കട്ടിയുടെ മയ്യത്ത് വരെ പള്ളിപ്പറമ്പ് കയറ്റാൻ പാടില്ലെന്ന് പറയും നമ്മള്. ഓക്കിപ്പം ഇവിടെ വെച്ച് തന്നെ പസക്ക് നടത്തി പിരിഞ്ഞു പോകാനും നമുക്ക് സമ്മതം കൊടുക്കേണ്ടി വരും. കബൂല് മൂളിയിട്ട് തന്നെ ഈ നിക്കാഹ് നടന്നത്. മൂളി പക്കെങ്കിൽ ഓളല്ല മൂളിയത്. ഈ നിൽക്കുന്ന ഓളുടെ ബാപ്പയാണ്. ഇറങ്ങി പോടാ നമ്മളെ പോലെ. ഓൻ തന്നെയാണ് വന്നിരിക്കണേ. പക്കെങ്കിൽ ആമിനാനെ കൊണ്ടേ പോകൂ. അബ്ദു പറയണത് ഓം വിളിച്ചിടത്തോളം ഇറങ്ങി വരുന്ന. നിങ്ങൾ പറയുന്നത് പോലെ ഓക്കി പെരയിൽ പെരുത്ത് സുഖമാണെങ്കിൽ ഓളത് ചെയ്യോ? അനക്കെന്താടാ നമ്മളെ പോലെ കാര്യം? വെറുക്കനെ പറയാണ് കള്ള പന്നികള്. അല്ല, വരും. ഈ അബ്ദു വിളിച്ച ആമിന ഇറങ്ങി വരും. എവിടേക്ക് വേണമെങ്കിലും വരും. ഇത്തുലാമിന്റെ അറ്റം വരെ വരും. ഇല്ല, എവിടേക്കും വരൂല. ഇറങ്ങി പോയി. ആമിന ആമിനെ പറയണ ഇന്ത്യക്കാക്കനെ കൊന്നിന്റെ മുഖം എനിക്ക് കാണണ്ട. ആമിന എന്താണ് ഈ പുലമ്പണ? എനിക്കറിയാം നിങ്ങൾക്ക് കടുത്ത വെറുപ്പായിരുന്നു ഓരോട്. പക്ഷെങ്കില് കൊന്നുകളെന്റെ പൊന്നിക്കാക്കനെ നമ്മൾ നനച്ചില്ല. ഇബിലീസ് അങ്ങനെ ഇബിലീസിനെയാണ് നമ്മളെ കരളിൽ കൊണ്ട് നടന്നത്. ഇറങ്ങടാ പുറത്ത്. നമുക്കിവിടെ സുഖാണോ എന്ന് ചോദിക്കാൻ വന്നവരൊക്കെ കേട്ടോളി. നമ്മുടെ ബാബ സമുദായത്തിനും പള്ളിക്കും പടച്ചോനും എതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ആമിനെ കബൂല് മൂളിയിട്ട് തന്നെയാ ബാബ എനിക്ക് നടത്തിയത്. ഇവിടെ പെരുത്ത സുഖ. എന്റെ കാലിൽ വീണിരുന്ന് ബാപ്പ ഒന്ന് കരഞ്ഞിട്ടെ. ബാപ്പാന്റെ മുസറുകാക്കാനല്ലേ വരുത്ത് വലിയൊരു കള്ളം പറഞ്ഞത്? അല്ല ബാപ്പ, അത് കൊന്നു കഴിഞ്ഞിക്കാക്കാന്. നമ്മള് പറഞ്ഞതൊക്കെ നേരെ കൊന്നിട്ട് ഓടിപ്പോയത്.
കൊന്നതും ചത്തതൊന്നും ആരും അറിഞ്ഞിട്ടില്ലെന്ന് വന്നപ്പോ ഒന്നും അറിയാത്തവനെ പോലെ പിന്നെയും വന്നിരിക്കുക. ആരാ എന്നോട് ഇതൊക്കെ പറഞ്ഞത്? ഓര് കണ്ടു നിൽക്കായിരുന്നില്ലേ? ഓരല്ലേ ഇക്കാക്ക് മരിക്കണതിന് മുമ്പ് വെള്ളം എടുത്ത് കൊടുത്തത്. പിന്നെന്തേ ഓൾ അന്നത് പറയാഞ്ഞേ? കൂടെ പിറപ്പല്ലേ, എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെന്ന് കരുതി പറയാണ്ടിരുന്നത്. എന്റെ നസീബ് ഇതാണെങ്കിലും ആയിക്കോട്ടെ. മരിച്ചു മരവിച്ചു പോയി ബാപ്പാന്റെ മനസ്സ്. പക്കെങ്കിലും ഇക്കിഞ്ഞ് ഒരിടത്തും പോണ്ട. ഇവിടെ കഴിഞ്ഞോളാം. മൊയ്തൂട്ടി ഹാജിന്റെ പോരയില് ഒരു ശവമായിട്ടെങ്കിലും കഴിഞ്ഞോളാം. വിഷമിക്കണ്ട ബാപ്പ. ഇങ്ങളേക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഒന്നുമില്ലെങ്കിലും എന്റെ ഇക്കാക്കാനെ കൊന്നവന്റെ കൂടെ പൊറുക്കാൻ പറ്റില്ലല്ലോ. പൊയ്ത്ത് ചാവും. എന്റെ ഇക്കാക്കാനെ കൊന്നു പൊയ്ത്ത് ചാവും.